Now we can continue the preface to the Lyrical Ballads. Thoughts and feelings in poetry. A good poem has definiteness of purpose, and it should enlighten the readers with the new ideas and purify their affections or feelings. നല്ല ഒരു കവിത എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് ലക്ഷ്യമുണ്ട് എന്ന് വേർഡ്സ്വർത്ത് പറയുന്നു. ആൻഡ് ആ ലക്ഷ്യമാണ് ഇറ്റ് ഷുഡ് എൻലൈറ്റൻ ദ റീഡേഴ്സിനെ എൻലൈറ്റൻ ചെയ്യണം. എൻലൈറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം ഇഗ്നോറൻസ് ആണ്, അജ്ഞതയിൽ നിന്ന് മാറ്റുക, മോചിതനാക്കുക. വിത്ത് ന്യൂ ഐഡിയാസ്, പുതിയ ആശയങ്ങളൊക്കെ നൽകി. ആൻഡ് പ്യൂരിഫൈ ദെയർ ഫീലിങ്സ്, അതുപോലെ അവരുടെ ഫീലിങ്സിനെ ശുദ്ധീകരിക്കുക. A poet cannot write a poem with a definiteness of purpose, but when he writes poetry in general with his notions, since his thoughts and feelings are habitually elevated, automatically he will write good poetry. അപ്പോൾ ഇവിടെ ഡെഫിനിറ്റ്നെസ് ഓഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിട്ടാണ് കവിത എഴുതേണ്ടത് എന്ന് കവി പറഞ്ഞെങ്കിലും എല്ലാ കവിതയും അങ്ങനെ ഒരു പർപ്പസിലല്ല എഴുതുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഒരു ലക്ഷ്യം കണ്ടുവെക്കുക. നമ്മൾ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ പറഞ്ഞല്ലോ, ആദ്യമേ ഒരു ലക്ഷ്യം കണ്ടുവെക്കുക. അങ്ങനെ അല്ല എല്ലാ കാവ്യങ്ങളും എഴുതി വെക്കുന്നത്. ഇൻ ജനറൽ വിത്ത് ദിസ് നോഷൻ, സിൻസ് ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആർ ഹാബിച്വലി എലവേറ്റഡ്, അദ്ദേഹത്തിൻ്റെ ചിന്തകളും വിലങ്കാരങ്ങളും ഉദാത്തവൽക്കരിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹി വിൽ റൈറ്റ് ഗുഡ് പോയട്രി. അങ്ങനെയാണ് ഒരു നല്ല കാവ്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിറ്റ് പർപ്പസ് വരുന്നത്, ഒരു ലക്ഷ്യം കവിതയിൽ ഉണ്ടാവുന്നത് അതിൽ കവി മനഃപൂർവ്വം കൂട്ടിച്ചേർക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും ചിന്തകളും ഉദാത്തവൽക്കരിക്കപ്പെട്ട് ആ കവിത നല്ല ഒരെണ്ണം എഴുതി വരുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലായിട്ടൊരു നല്ല ലക്ഷ്യം അതിന് വരുന്നതാണ്, അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. നമ്മൾ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ പറഞ്ഞില്ലേ, ആദ്യമൊരു സ്ത്രീ മദ്യപാനം എന്നുള്ള സമൂഹത്തിനൊരു വിഷയമാണ്, അതിന് ആദ്യമേ ലക്ഷ്യം വെച്ച് കവിത എഴുതുന്ന പോലെയല്ല ഇവിടെ എഴുതുന്നത്. ഇതിലും ലക്ഷ്യമുണ്ട് എന്ന് കവി പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. അപ്പം കവിത എഴുതി തീരുമ്പോൾ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ ലക്ഷ്യവും വേർഡ്സ്വർത്തിൻ്റെ കോൺസെപ്റ്റിലുള്ള കവികളുടെ ലക്ഷ്യവും തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നടൻ്റെ പുഞ്ചിരിയും ഒരു യഥാർത്ഥ വ്യക്തിയുടെ പുഞ്ചിരിയും, നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ആ പുഞ്ചിരി. പക്ഷേ നടൻ്റെ പുഞ്ചിരി ഒരിക്കലും എന്തല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് താരതമ്യപ്പെടുത്തുക. ഇനി നമ്മളുടെ വേർഡ്സ്വർത്തിൻ്റെ കവിതയുടെ ഏറ്റവും കവിതയുമായി ബന്ധപ്പെട്ട കവിതയുടെ ഒരു ഡെഫിനിഷനാണ് വേർഡ്സ്വർത്ത് ഇവിടെ പറയുന്നത്. ഓൾ ഗുഡ് പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഓൾ ഗുഡ് പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ശക്തമായിട്ടുള്ള വികാരങ്ങളുടെ അനർഗളമായിട്ടുള്ള കവിഞ്ഞൊഴുക്കാണ് കാവ്യം എന്ന് വേർഡ്സ്വർത്ത് പറയാണ്. ഓൾ ഗുഡ് പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. A poet is a man who is possessed of more than usual organic sensibility, and therefore he thinks long and deep over his subject matter, and as a result he writes good poetry. For a poet is a man who is possessed of more than usual organic sensibility. പതിവിൽ കവിഞ്ഞ സെൻസിബിലിറ്റി ആർക്കുണ്ടാവണം എന്ന് പറയാണ്, എഴുത്തുകാരന്, കവിക്കുണ്ടാവണം. ആൻഡ് ദെർഫോർ ഹി തിങ്സ് ലോങ് ആൻഡ് ഡീപ്പ് ഓവർ ഹിസ് സബ്ജക്റ്റ് മാറ്റർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ ആഴത്തിൽ ചിന്തിക്കാൻ കഴിയും, അതുമായി ഇങ്ങനെ അടയിരിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് ഹി റൈറ്റ്സ് ഗുഡ് പോയട്രി. അങ്ങനെ ചിന്ത അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ തീമുമായിട്ട് ഒരുപാട് നേരം ആഴത്തിൽ ചിന്തിച്ച് അത് ഒരുപാട് പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. ഒരു കവിത കിട്ടലും അത് പെട്ടെന്ന് എഴുതി തീർക്കലല്ല, അത് ആ സബ്ജക്റ്റിനോട് കുറേ അങ്ങനെ ഒരു മെഡിറ്റേഷൻ പോലെ ചിന്തിച്ചാണ്, അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നല്ല കാവ്യങ്ങൾ ഉണ്ടാവുന്നത്. The thoughts and feelings are powerful factors in the poet in the creative process, and indeed his thoughts modify his feelings. അപ്പം ചിന്തകളും വികാരങ്ങളും ശക്തമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ. ആൻഡ് ഇൻഡീഡ് ഹിസ് തോട്ട്സ് മോഡിഫൈ ഹിസ് ഫീലിങ്സ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ചിന്തകൾ
അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെ തോട്ട്സ് മോഡിഫൈ ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. ഫീലിങ്സിനെ നമ്മൾ ചിന്തകൾ കൊണ്ട് ഒരു പോളിഷ് നടത്തുകയാണ് ഫീലിങ്സിനെ. A series of contemplation will help a poet to choose the right and important thoughts and arrange them in a right order in his poetry. ഒരുപാട് നേരമുള്ള ആ ഒരു കണ്ടംപ്ലേഷൻ അല്ലെ തോട്ട് അല്ലെ മെഡിറ്റേഷൻ ആ സബ്ജക്റ്റ് മാറ്ററുമായിട്ട്, അപ്പം ആ ചിന്തകളൊക്കെ റൈറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ, കവിതയിൽ അറേഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയണം. Wordsworth contends that all his poems in lyrical ballads have been written in this manner. വേർഡ്സ്വർത്ത് പറയാണ്, ലിറിക്കൽ ബാലഡ്സിലെ എല്ലാ കാവ്യങ്ങളും ഇതേ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റ്. In the contemporary age, means the age of Wordsworth, big cities have grown and there is a big crowd of people everywhere. The mundane and monotonous city life causes boredom in people and they crave something unusual and different. അപ്പം വേർഡ്സ്വർത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ വലിയ പട്ടണങ്ങൾ ഉയർന്നു വന്നു. എല്ലായിടത്തും ജനങ്ങളായി. അങ്ങനെ ദ മുൻറ്റൈൻ ആൻഡ് മൊണോട്ടോണസ് സിറ്റി ലൈഫ് കോസസ് ബോർഡം ഇൻ പീപ്പിൾ. പിന്നെ ഭൗതികമായിട്ടുള്ള പൊള്ളയായിട്ടുള്ള ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മടുപ്പ്, ആ ഒരു പട്ടണ ജീവിതം അവർക്ക് മടുപ്പുണ്ടാക്കുകയാണ്. ആൻഡ് ദേ ക്രേവ് സംതിങ് അൺയൂഷ്വൽ ആൻഡ് ഡിഫറെൻറ്റ്. അപ്പോൾ അവർ ആഗ്രഹിക്കുകയാണ് ഒരു എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അവർ സംതിങ് അൺയൂഷ്വൽ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പതിവല്ലാത്ത എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻസ് ജേർണൽസ്, മാഗസിൻസ്, ന്യൂസ് പേപ്പർ, തിയേറ്റേഴ്സ് ആൻഡ് ചീപ്പ് ലിറ്ററേച്ചർ അട്രാക്ട് പീപ്പിൾ. അപ്പോൾ ജേർണൽസ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, തിയേറ്റർ, അതുപോലെ മോശമായിട്ടുള്ള സാഹിത്യമൊക്കെ ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലോവർ ദെയർ ടേസ്റ്റ് ആൻഡ് മിസ്ലെഡ് ദം. അങ്ങനെ അവരുടെ അഭിരുചി താഴാൻ തുടങ്ങി, അതവരെ മിസ്ലീഡ് ചെയ്യാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് they are unable to differentiate the good from the bad and they lost their power of judgment. അപ്പോൾ നന്മ തിന്മകൾ തിരിച്ചറിയുന്നവരുടെ അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ആൻഡ് they cannot appreciate Shakespeare and Milton owing to cheap taste. They enjoy reading inferior works of literature. അപ്പോൾ അവർ ഷേക്സ്പിയറെയും മിൽട്ടനെയും അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിന് പകരം അവർ ചീപ്പ് ടേസ്റ്റ്, മോശമായിട്ടുള്ള ചീപ്പ് ലിറ്ററേച്ചർ അവർ വായിക്കുന്നു. They enjoy reading inferior works of literature. Wordsworth's aim is to refine the taste and sensibility of his readers so that they can read good works of art. വേർഡ്സ്വർത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ ഈ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക, പ്യൂരിഫൈ ചെയ്യുക, അവരുടെ ടേസ്റ്റിനെ പ്യൂരിഫൈ ചെയ്യുക, എന്നിട്ട് നല്ല വർക്ക്സ് അവരെ വായിപ്പിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. Instead of treating a subject matter which will cause cheap and inferior excitement, Wordsworth says that he will present noble and dignified subject in his poetry. മോശം തീമിന് പകരം വേർഡ്സ്വർത്ത് നോബിൾ തീം അല്ലെങ്കിൽ അന്തസ്സുറ്റ സബ്ജക്റ്റ് അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി. In his lyrical ballads which will undoubtedly create interest in the readers. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ബാലഡ്സ് ഒരു സംശയമില്ലാതെ വായനക്കാരിൽ താല്പര്യം സൃഷ്ടിക്കുമെന്ന്. Style of language in lyrical ballads. Having dealt with the subject matter and aim of the poems in lyrical ballads, Wordsworth now turns to discuss his style of language in his poems. അദ്ദേഹത്തിൻ്റെ തീം നമ്മളോട് പറഞ്ഞു, സബ്ജക്റ്റ് മാറ്റർ, അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, കവിതയിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സ്റ്റൈൽ ഓഫ് ലാംഗ്വേജാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹി ഹാസ് അഡാപ്റ്റഡ് ദ വെരി ലാംഗ്വേജ് ഓഫ് മെൻ ഇൻ ഹിസ് പോയംസ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, കോമൺ മാനിൻ്റെ ഭാഷ, സാധാരണക്കാരൻ്റെ ഭാഷയാണ് അദ്ദേഹം കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പെർസോണിഫിക്കേഷൻസ് ഓഫ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ആർ ഗ്രേറ്റ്ലി അവോയ്ഡഡ്. പിന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് അമൂർത്തമായിട്ടുള്ള വസ്തുതകളിൽ പേഴ്സോണിഫിക്കേഷൻസ് ഒഴിവാക്കി. അബ്സ്ട്രാക്റ്റ് ഐഡിയാസിൽ പേഴ്സോണിഫിക്കേഷൻ അദ്ദേഹം ഒഴിവാക്കി. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൺ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ടു ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ ജീവനുള്ള
വസ്തുക്കളുടെ ഗുണം ആരോപിക്കുന്നതിനാണ് ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ പൂക്കൾ എൻ്റെ നേരെ നോക്കി ചിരിച്ചു. ചിരിക്കുക എന്നുള്ള ക്വാളിറ്റി മനുഷ്യന് മാത്രമുള്ളതാണ്. അത് പൂവിൽ ആരോപിക്കുക. അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് എന്താ പേഴ്സോണിഫിക്കേഷൻ. ആ ഫിഗർ ഓഫ് സ്പീച്ചിന് പറയുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ അമൂർത്തമായിട്ടുള്ള കാര്യങ്ങളിൽ പേഴ്സോണിഫിക്കേഷൻസ് അദ്ദേഹം ഒഴിവാക്കി. Personifications are not a natural or regular trait of the English language, and therefore they are not used as an ornamentation or a device to elevate the style of language. അപ്പോൾ അതൊരു പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ റെഗുലർ ട്രൈറ്റ് അല്ല, റെഗുലർ സവിശേഷതയല്ല. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു അലങ്കാരം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയെ ഒന്ന് എലവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അലങ്കാരം എന്ന നിലയ്ക്ക് കവി അത് ഉപയോഗിച്ചില്ല. Men use personifications in a situations wherein they are emotionally motivated, and Wordsworth has used them in his poems in such situations. ആളുകൾ ഇമോഷണലി മോട്ടിവേറ്റഡ് ആകുമ്പോൾ പേഴ്സോണിഫിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ വേർഡ്സ്വർത്തും പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. He has avoided in lyrical ballads what is usually called the poetic diction. അതുപോലെ നമ്മൾ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള പോയറ്റിക് ഡിക്ഷനും അദ്ദേഹം പ്രഫേസിൽ ഒഴിവാക്കി. ലിറിക്കൽ ബാലഡ്സിൽ ഒഴിവാക്കി പോയറ്റിക് ഡിക്ഷൻ, അതായത് സെലക്ഷൻ ഓഫ് വേർഡ്സ് അദ്ദേഹം ഒഴിവാക്കി. കവിതയ്ക്ക് വേണ്ടി മാത്രം കുറേ വേർഡ്സ് സെലക്ട് ചെയ്യുക എന്നുള്ള പരിപാടി അദ്ദേഹം ഒഴിവാക്കി. കാരണം കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് വെച്ചിട്ടാണ് അദ്ദേഹം കവിത എഴുതിയത്. അപ്പോൾ അവരുടെ ഭാഷയിലെ പദങ്ങളാണ്, അവരുപയോഗിക്കുന്ന പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഉദാത്തമായിട്ടുള്ള പോയറ്റിക് ഡിക്ഷൻ, ഇത് കവിതയിൽ മാത്രം പറ്റുന്ന വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാനുള്ള പരിപാടിയും അദ്ദേഹം ഒഴിവാക്കി. By poetic diction, Wordsworth means inappropriate use of literary devices such as symbols, metaphors, images, similes, and the inane phraseology of the neoclassical writers. Poetic diction എന്ന് കവിയോട് ഉദ്ദേശിക്കുന്നത് അനുയോജ്യമായിട്ട് തീരെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത സ്ഥലത്ത് ലിറ്റററി ഡിവൈസസ് ആയിട്ടുള്ള സിംബൽസ്, മെറ്റഫേഴ്സ്, ഇമേജസ്, സിമിലീസ് ഇതൊക്കെ ഉപയോഗിക്കുക. ഇന്നൈൻ ഫ്രൈസോളജി ഇതൊക്കെ ഉപയോഗിക്കുക. The new kind of poetry will give the reader a kind of pleasure which is akin to poetry only. ഇത്തരത്തിലുള്ള കാവ്യം, ഈ വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ്, ലിറിക്കൽ ബാലഡ്സ് പോലുള്ള കാവ്യം റീഡറിന് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്ലഷർ നൽകും എന്ന് അദ്ദേഹം പറയാണ്. വിച്ച് ഈസ് അക്കിൻ ടു പോയട്രി ഓൺലി, അത് പോയട്രിക്ക് മാത്രം നൽകാൻ പറ്റുന്നതാണെന്ന് പറയണം. The style of language in lyrical ballads is natural and appropriate to the subject matter. അപ്പോൾ ഇതിലെ ഭാഷാ ശൈലി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതുപോലെ അതിലെ സബ്ജക്റ്റ് മാറ്റർ, അതിലെ തീം അപ്രോപ്രിയേറ്റഡ് ആണ്, അനുയോജ്യമാണ്. ആ തീമിന് അനുയോജ്യമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ലിറിക്കൽ ബാലഡ്സിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. The essential difference between prose and poetry. There neither is nor can be any essential difference between the language of prose and metrical composition, says Wordsworth. അപ്പോൾ ഇവിടെ ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസമാണ് വേർഡ്സ്വർത്ത് പറഞ്ഞു തരുന്നത്. There neither is nor can be any essential difference between the language of prose and metrical composition. ആദ്യമായിട്ട് വേർഡ്സ്വർത്ത് പറയാണ് ഗദ്യഭാഷയും പദ്യഭാഷയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതായത് കവിതയും അതുപോലെ പോയട്രിയും അതുപോലെ പ്രോസും തമ്മിൽ ഒരു വ്യത്യാസമില്ല. He refers to the idea that the language of poetry is different from the language of prose. Prosaism is the employment of the same kind of language both in prose and poetry. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സംഭവമാണ് ഈ ഗദ്യത്തിലെ എന്തെങ്കിലും സാധനം പദ്യത്തിൽ വരികയാണ്, അപ്പോഴത് അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു കവിതയിൽ എപ്പോഴെങ്കിലും ഒരു ഗദ്യത്തിൻ്റെ ഏതെങ്കിലും പദമോ വരിയോ എന്തെങ്കിലും വന്നാൽ അപ്പോൾ ഉള്ള ആ കണ്ടംപററി ക്രിട്ടിക്സ് വിമർശിക്കാൻ തുടങ്ങും. ഇത് പദ്യമല്ല, ഇതിൽ ഗദ്യത്തിൻ്റെ ഒരു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് prosaism is the employment of the same kind of language both in prose and poetry. രണ്ടിലും കവിതയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്, പോയട്രിയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്, പ്രോസിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. And there is no difference between the language of poetry and that of prose. It is called prosaism, and critics consider it a fault. And there is no difference between the language of poetry and that of prose. It is called prosaism, and critics കൺസിഡർ ഇറ്റ് എ ഫോൾട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പദം ഗദ്യവുമായി ബന്ധപ്പെട്ട ഒരു പദം പദ്യത്തിൽ വരികയും അത് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ വിമർശകർ അന്നേരം ക്രിട്ടിസൈസ് ചെയ്തു പ്രോസൈസാണ്.
ഷേക്സ്പിയർ മാക്ബത്തൊക്കെ ഒരു പോയറ്റിക് ഡ്രാമയാണ്. മീൻസ് അതിലൊക്കെ വൃത്തം ഫോളോ ചെയ്തിട്ട് എഴുതിയ ഡ്രാമയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രാമയിൽ മീറ്ററൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളൊരു ഡ്രാമയിൽ ഷേക്സ്പിയർ നൈഫ് എന്നുപയോഗിച്ചിട്ടുണ്ട്. നൈഫ് എന്നല്ല ഉപയോഗിക്കേണ്ടത്, ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. നൈഫ് എന്നുള്ളത് പ്രൊസൈക്കാണ് എന്ന് വിമർശകർ പറഞ്ഞിട്ടുണ്ട്. അതായത് സാമുവൽ ജോൺസനെ പോലെയുള്ള വിമർശകർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നൈഫ് എന്നല്ല ഉപയോഗിക്കേണ്ടത്, ബ്ലേഡ് എന്നാണ്. അപ്പോൾ ചെറിയൊരു വേർഡാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബട്ട് വേർഡ്സ്വർത്ത് ഡിഫേഴ്സ് ഫ്രം ക്രിറ്റിക്സ് ഇൻ ദിസ് റെസ്പെക്ട് ആൻഡ് സെസ് ദാറ്റ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് പ്രോസ് ആൻഡ് ദാറ്റ് ഓഫ് പോയട്രി ആൻഡ് ദ ഓൺലി ഡിഫറൻസ് ഈസ് എംപ്ലോയ്ഡ് ഓഫ് മീറ്റർ ഇൻ പോയട്രി. അപ്പോൾ വേർഡ്സ്വർത്ത് ഇതിൽ വിമർശകരമായി തീരെ യോജിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ് ഇപ്പം ഗദ്യത്തിലെ ഏതെങ്കിലും ഒരു വരി പദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ വിമർശകർ അന്നേരം വാളെടുക്കും. എന്നിട്ട് പറയും, ഇത് ശരിയാവില്ല, ഇതിൽ ഗദ്യം വന്നിരിക്കുന്നു, കവിതയിൽ ഈ ഗദ്യത്തിൻ്റെ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ പോയറ്റിക് ഡിക്ഷണറി അല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വന്ന് അവർ അന്നേരം ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. അതിനെ വേർഡ്സ്വർത്ത് എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറയാണ്, തോമസ് ഗ്രേ, an 18th century critic, unreservedly supports the views of critics. But Wordsworth, citing an example of Gray's sonnets itself, disapproves their argument. അപ്പോൾ അതിൽ അന്നത്തെ വിമർശകരെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് തോമസ് ഗ്രേ എന്ന കവി. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച്യാർഡൊക്കെ എഴുതിയ തോമസ് ഗ്രേ. അപ്പോൾ വേർഡ്സ്വർത്ത് തോമസ് ഗ്രേയുടെ തന്നെ ഒരു സോണറ്റ് എടുത്ത് കാണിച്ചിട്ട്, ഒരു ഗീതകം എടുത്ത് കാണിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പോലും എന്ത് കാണാം, ഗദ്യത്തിൻ്റെ ചില അംശങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ ഇവിടെ കാരണം പിന്നെ തോമസ് ഗ്രേ ആണ് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ഗദ്യവും പദ്യവും തമ്മിൽ വ്യത്യാസത്തെ അംഗീകരിക്കുന്ന പിന്നെ വിമർശകരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് തോമസ് ഗ്രേ. എന്നിട്ട് തോമസ് ഗ്രേയുടെ വരികളിൽ പോലും ഗദ്യത്തിൻ്റെ അംശങ്ങൾ കാണാം എന്ന് വേർഡ്സ്വർത്ത് പറയുന്നു. അതുകൂടാതെ പിന്നെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു മലയാള സിനിമാ ഗാനമുണ്ട്, അതായത് പിന്നെ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു, ജീവിതം അത് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെൻഡുലം എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഇംഗ്ലീഷ് ശരിക്കും സാധാരണഗതിയിൽ മലയാള ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ അത് തോന്നാതെ അത് ഇംഗ്ലീഷാണെന്ന അത് വേർഡ് ഇംഗ്ലീഷാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ കവികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ പിന്നെ പെൻഡുലത്തിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഉത്തോലകം എന്നാണ്. ആ ഉത്തോലകം എന്നുള്ള വേർഡ് അവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അതിമനോഹരമായിട്ട് ആ പെൻഡുലം എന്നുള്ള വേർഡ് ഒരു ഒട്ടും പ്രൊജക്റ്റ് ചെയ്യാണ്ട് ആ കവി പിന്നെ അവിടെ ചേർക്കുന്നു. അവിടെയാണ് അതിൻ്റെ ഒരു സൗന്ദര്യം കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പ്രോസിലെ പദങ്ങളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പോയട്രിയിൽ വരാൻ പാടില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടിലും ഉപയോഗിക്കുന്നത് ഭാഷയാണെന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. In fact, prose and poetry are of same nature and their substance is the same. പ്രോസിൻ്റെയും പോയട്രീൻ്റെയും നേച്ചർ സെയിം ആണ്. കൂടാതെ സബ്സ്റ്റൻസ് അതിൽ ഉപയോഗിക്കുന്നത് എന്താണ്, സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജാണ് അതിൽ ഉപയോഗിക്കുന്നത്, അതും സെയിം ആണ്. The source of their creation is the same and so is their appeal to the readers. Poetry sheds not tears such as angels weep, but natural and human tears. She can boast of no celestial assure that distinguishes her vital juices from those of prose. The same human blood circulates through the veins of them both. അപ്പം പോയട്രീനെ മറ്റേ മാലാഖമാരുടെ കണ്ണീരൊക്കെ ആയിട്ട് വിലാപമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും വേർഡ്സ്വർത്ത് അംഗീകരിക്കുന്നില്ല. പോയട്രി ഷെഡ്സ് നോട്ട് ടിയേഴ്സ് സച്ച് ആസ് ഏഞ്ചൽസ് വീപ്പ്. രണ്ടും അത് ഹ്യൂമൻ ടിയേഴ്സ് തന്നെയാണെന്ന് പറയാണ്. കവിത ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗദ്യമായിക്കോട്ടെ. അല്ലാണ്ട് അതിനെ ബോസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവ്യമായിട്ടുള്ള അല്ലെങ്കിൽ അമൃതാണ് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഗദ്യത്തിലെയും പദ്യവും ഗദ്യവും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടിലും ഭാഷയാണ്, രണ്ടിലും ഉപയോഗിക്കുന്നത് ഭാഷ തന്നെയാണെന്ന് പറയണം. Critics hold the view that rhyme and meter are the basic components of poetry, and these two components establish the difference between the language of poetry and that of prose. അപ്പം ക്രിറ്റിക്സ് പറയുന്നത് പിന്നെ വൃത്തവും പ്രാസവും, റൈം ആൻഡ് മീറ്റർ, പ്രാസവും വൃത്തവും അതാണ് കാവ്യത്തിലെ പ്രധാനപ്പെട്ട കോമ്പണൻസ്. അപ്പം അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്ന റൈം ആൻഡ് മീറ്ററാണ്, പ്രാസവും വൃത്തവുമാണ്. But Wordsworth maintained that a poet can use in his poetry the language which is really used by men in their speech, after purging the common man's language of its impurities such as slang, vulgarity of expression, coarseness, archaism and so on.
വേർഡ്സ്വർത്ത് പറയുന്നു സാധാരണക്കാരുടെ ഭാഷയിൽ നമുക്ക് കവിത എഴുതാം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിലിപ്പം കുറേ ഒബ്സലീറ്റ് ആയിട്ടുള്ള വേർഡുകളുണ്ടാവും, കാലഹരണപ്പെട്ട പദങ്ങളുണ്ടാവും, സ്ലാങ് ഉണ്ടാവും, ചില മോശം എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ ഭാഷ സെലക്ട് ചെയ്തിട്ട് ആ ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് സെലക്ഷൻ വേർഡ്സ്വർത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. വാട്ട് റിമെയിൻസ് ഇൻ ദ ലാംഗ്വേജ് ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ ഇസ് ദ ഫൈനസ്റ്റ് പാർട്ട് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പോയട്രി. അപ്പോൾ സാധാരണക്കാരുടെ ഭാഷ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഫൈൻ ലാംഗ്വേജ് തന്നെ കിട്ടും. അത് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ പോയട്രി എന്നാണ് കവി പറയുന്നത്. ഇഫ് സോ ദർ ക്യാൻ ബി നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് പ്രോസ് ആൻഡ് ദാറ്റ് ഓഫ് മീട്രിക്കൽ കോമ്പോസിഷൻ. എന്നിട്ട് കവി പറയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗദ്യവും പദ്യവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്ന് കവി പറയാണ്. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് വേർഡ്സ്വർത്ത് റിജക്റ്റ് മീറ്റർ ഇൻ പോയട്രി. അതുകൊണ്ട് വേർഡ്സ്വർത്ത് പറയുന്നത് വൃത്തം കവിതയിൽ വേണ്ട എന്നല്ല. വേർഡ്സ്വർത്ത് ഡസൻറ്റ് റിജക്ട്സ് meter in poetry, doesn't reject meter in poetry. Indeed, meter adds to the pleasure of poetry. വേർഡ്സ്വർത്ത് പറയുകയാണ് മീറ്റർ കവിതയിൽ പ്ലഷർ നൽകുന്നു, ആനന്ദം നൽകുന്നു. ബട്ട് പോയട്രി ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിതൗട്ട് മീറ്റർ. മീറ്റർ ഈസ് ഓൺലി ആൻ അഡ്ജങ്ക്റ്റ് ടു പോയട്രി. ബട്ട് പോയട്രി ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിതൗട്ട് മീറ്റർ. വൃത്തം ഇല്ലാണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവിത എഴുതാൻ പറ്റും എന്ന് പറയുകയാണ്. മീറ്റർ ഈസ് ഓൺലി ആൻ അഡ്ജങ്ക്റ്റ് ടു പോയട്രി. ഒരു അഡീഷണൽ പ്ലഷർ മാത്രമാണ് മീറ്റർ തരുന്നത് എന്ന് വേർഡ്സ്വർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫേസിൻ്റെ 3ാം സെക്ഷൻ കഴിയാണ്, 3ാമത്തെ. അപ്പോൾ അടുത്ത ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ളത് പറയും.